പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ നാളെ ഫെബ്രുവരി മാസം 12-ാം തീയതി, അതായത് 1200 മകരമാസം 30-ാം തീയതി ബുധനാഴ്ച. എത്ര പെട്ടെന്നാണ് ഒരു മാസം കഴിഞ്ഞു പോയതെന്ന് നിങ്ങൾ ആലോചിക്കുക. അത്ര ഫാസ്റ്റായിട്ടാണ്, വേഗത്തിലാണ് ഓരോ ദിനങ്ങളും കടന്നു പോകുന്നത്. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാതി ക്ഷയം യൗവനം പ്രത്യായാന്തികത പുനർന്ന ദിവസാഹ കാലോ ജഗദ്ഭക്ഷക. ശങ്കരാചാര്യൻ ചൊല്ലിയിട്ടുണ്ട്. ആയുർനശ്യതി, ആയുസ് കടന്നു പോകുന്നു, ഓരോ ദിനവും കടന്നു പോകുന്നു. കഴിഞ്ഞു പോയ ദിനങ്ങൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. ആ ഒരു ബോധത്തോടു കൂടി നാം പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്, ദിവസേനേവ തദ്കുര്യാത് ഏന രാത്രോ സുഖം വസേത്. പകലിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെയ്തു തീർക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി സുഖമായിട്ട് ഉറങ്ങാം. തൽക്കുര്യാത് അഷ്ടഭിർമാസേഹി ഏന വർഷ സുഖം വസേത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർഷമാസക്കാലം 4 മാസം എന്ത് ചെയ്യണം? നിങ്ങൾ സുഖമായി വിശ്രമിക്കുക. മറ്റ് 8 മാസങ്ങളിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക. ഞാൻ സൂചിപ്പിച്ചു, നാളത്തെ ബുധവാരമാകുന്നു. നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:50-നും അസ്തമയം വൈകിട്ട് 6:29-നുമാകുന്നു. നാളത്തെ രാഹുകാലം 12 മണി മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു. നാളത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. നാളെ ബുധനാഴ്ച ആയില്യം നക്ഷത്രം വളരെ വിശേഷപ്പെട്ടൊരു ദിനമാണ്. നാളെ മറ്റൊരു പ്രത്യേകത, നാളെ 8 മണിയോടുകൂടി സൂര്യൻ സംക്രമിക്കും കുംഭൻ രാശിയിലേക്ക്. അതിനാൽ നാളെ സംക്രമ ദിനമാണ്. നാളത്തെ ദിനം ജ്യോതിഷികൾ കവിടി വെക്കാറില്ല. അമാവാസി കറുത്തവാവിനും സംക്രമത്തിനും ജ്യോതിഷികൾ സാധാരണ കവിടി വെക്കാറില്ല. ശുഭകാര്യങ്ങളൊന്നും നാളെ ചെയ്യാനും പാടില്ല. കാരണം നാളെ ആയില്യം നക്ഷത്രമാണ്. നാളെ നിങ്ങൾക്ക് നന്നായി ആയില്യം സർപ്പവുമായിട്ട് ബന്ധപ്പെടുന്ന നക്ഷത്രമാണ്. സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പബലി ചെയ്യാം. നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്താറ്റിൻ്റെ വഴിപാടായി ചെയ്യാം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന വലിയ വൈബ്രേഷൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന മന്ത്രം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ശോഭനമായ നല്ല ഭാവി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.